ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നിട്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DHA എക്സാം എഴുതാൻ പോകുന്ന എല്ലാ നഴ്സുമാർക്കും അല്ലെങ്കിൽ DHA എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്ന എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിനും വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് അങ്ങനെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മെയിനായിട്ടും നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പഠനം കുറച്ചുകൂടി ഈസി ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ സ്റ്റെപ്സ് ആണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് DHA എക്സാം അല്ലെങ്കിൽ DHA എക്സാം എഴുതാനുള്ള ക്രൈറ്റീരിയാസ്, ആർക്കൊക്കെയാണ് ആ DHA എക്സാം എഴുതാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ DHA എക്സാം എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചേച്ചി നമ്മളങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സ് കൂടേണ്ട ആവശ്യമുണ്ടോ, അതോ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് പഠിച്ചാൽ പോരെ എന്നുള്ളത്. അത് ആക്ച്വലി നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം ഓരോരുത്തരുടെ IQ ലെവൽ എൻ്റെ IQ ലെവൽ എനിക്കേ അറിയുള്ളൂ കൂടുതലായിട്ടും. അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് അറിയാവുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒരുവിധം റീഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് പഠിച്ചിറങ്ങി കുറേ നാളായവർ, കുറച്ച് ഗ്യാപ്പ് ആയവരാണെങ്കിൽ ഉറപ്പായിട്ടൊരു ക്രാഷ് കോഴ്സ് കൂടുന്നത് തന്നെയായിരിക്കും നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു 15 ഡേയ്സിൻ്റെയെങ്കിലും. എനിക്കൊന്ന് 15 ഡേയ്സ്, 1 മന്ത്, 2 മന്ത്സ് അങ്ങനെയൊക്കെ ഉണ്ട് ക്രാഷ് കോഴ്സ്. അപ്പം വലിയ ഡ്യൂറേഷനിലുള്ള ക്ലാസ് എടുക്കാൻ പറ്റിയില്ലാത്തവരാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 15 ഡേയ്സ് ക്രാഷ് കോഴ്സ് എങ്കിലും കൂടുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ആ ക്രാഷ് കോഴ്സിലൂടെ അവർ മെയിനായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 4 വർഷം പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് പൊടിതട്ടിയെടുക്കുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ. ആ ഒരു പ്രോസസ്സിങ്ങാണ് നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെ നടക്കുന്നത്. നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ അവർ ഒന്നും കൂടി പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി, അതായത് നമ്മൾ എൻ്റെയൊക്കെ കാര്യം അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ അന്ന് പഠിച്ചു, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, അതൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ വർക്കിംഗ് എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ ഡെയിലി റൊട്ടീനായിട്ട് നമ്മൾ പോകുന്നതല്ലാണ്ട് തിയററ്റിക്കൽ വൈസ് നമ്മൾ എത്രമാത്രം അപ്ഗ്രേഡഡ് ആണ് എന്ന് സംശയമാണ്. സോ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒരു ക്രാഷ് കോഴ്സ് കൂടുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളൊരു എക്സാം അപ്പിയർ ചെയ്യാൻ പോകുകയാണല്ലോ. അപ്പോൾ എല്ലാ മേഖലയെക്കുറിച്ച് നമുക്കൊരു ചെറിയ അറിവ് അല്ലെങ്കിൽ നമുക്കൊരു ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഊഹിച്ചെടുക്കാനെങ്കിലും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രാഷ് കോഴ്സ് കൂടുന്നത് നല്ലതായിരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ. കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ ടിപ്സ് ആണെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഉറപ്പായിട്ടും DHA എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബിക്കോസ് അതൊരു യൂസ്ഫുൾ അല്ലാണ്ടായി പോവില്ല. നമുക്ക് ഏതൊക്കെയാണ് ടിപ്സ് എന്ന് നോക്കിയാലോ. നമ്മൾ ഫസ്റ്റ് എക്സാം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലേ? എക്സാം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എക്സാം ഡ്യൂറേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ കുറേ പഠിച്ചു, ഓക്കെ നമ്മൾ ചെന്നിട്ട് ഇത്ര സമയം കൊണ്ട് ഇത്ര സമയം എഴുതാം എന്നുള്ള രീതിയിലിരിക്കാതെ ആ എക്സാം ഡ്യൂറേഷൻ എത്രയാണ്, എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മെയിനായിട്ട് ഐഡിയ ഉണ്ടാവണം. അത് പിന്നെ ഞാൻ 6 ഇയേഴ്സ് മുമ്പാണ് എഴുതിയത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് 100 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ക്രൈറ്റീരിയ സെയിം തന്നെയായിരുന്നു. 60% ആൻഡ് എബവ് ആയിരുന്നു നമുക്ക് പാസ് മാർക്ക് വേണ്ടത്. പക്ഷേ എന്നാലും നമുക്കപ്പോൾ 100 ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് കഴിയുമ്പം നമുക്ക് 60 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പാസ്സാകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് 100 ക്വസ്റ്റ്യൻ എന്നുള്ളത് 150 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ 150 ക്വസ്റ്റ്യനിൽ 60% മാർക്കാണ് ഇപ്പോഴത്തെ നമ്മുടെ നമുക്ക് വേണ്ട ഒരു പാസ്സാവാനുള്ള ക്രൈറ്റീരിയ മാർക്ക് എന്ന് പറയുന്നത്. 60% ആൻഡ് എബവ് ആണ് 150 ക്വസ്റ്റ്യൻസിൽ. അതുപോലെ തന്നെ
ടൈമും 2 hours ആണ് ഇപ്പോഴത്തെ DHA എക്സാമിന് ടൈം ഡ്യൂറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. 2 hours ആണ് പറഞ്ഞേക്കുന്നത്. നമുക്കപ്പോൾ ആ ഒരു എക്സാം ഡ്യൂറേഷനെ കുറിച്ചും എക്സാം ടൈമിനെ കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആ ഒരു ക്രൈറ്റീരിയ നമ്മുടെ മൈൻഡ്സിലുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ നോട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മളിപ്പോൾ ക്ലാസ്സിന് പോവുകയാണെങ്കിലും എപ്പോഴും വൃത്തിയായ രീതിയിൽ നമ്മൾ ആ നോട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കുറേ വാരി വലിച്ച് എഴുതുന്നതുകൊണ്ട് കാര്യമില്ല. ഇനി ചിലർക്കുണ്ട് കേൾക്കുന്ന മൊത്തം എഴുതിയെടുത്താലേ ചിലപ്പോൾ അതൊരു സാറ്റിസ്ഫൈങ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മളിപ്പം ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ടായിരിക്കുമല്ലോ എഴുതുന്നത്. അപ്പോൾ ഒരു റെഡ് ഇങ്കും കൊണ്ടിട്ട് നമുക്ക് വായിക്കുമ്പോൾ തോന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ തോന്നുമല്ലോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്തിലേക്കൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്രാക്കറ്റിലിട്ടോ വെക്കുക. അതല്ല കുറച്ച് നോട്ട് എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം നോട്ട് എഴുതി വയ്ക്കുക. കാരണം നമ്മൾ ഒരു ബുക്ക് മൊത്തം എഴുതിയെടുത്തു, എക്സാമിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതെടുത്ത് നോക്കിക്കഴിയുമ്പം എങ്ങനെ തുടങ്ങണം എന്ന് അറിയത്തില്ലാത്തൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് തലേദിവസം എടുത്ത് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ജസ്റ്റ് ആ ഒരു ടോപ്പിക്സ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവുകയും ചെയ്യും, ടെൻഷനും കുറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് നോട്ട് എപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാദർ ദ സ്റ്റഡി മെറ്റീരിയലാണ്. ഗ്യാദർ ദ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് ഗ്യാദർ ചെയ്യുന്നത്, അതിനുള്ളൊരു മെയിൻ കാരണം കൂടിയാണ് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെയായിരുന്നു. അതായത് അവർ നമുക്ക് പഠിപ്പിക്കുന്ന കൂടെ തന്നെ കുറച്ച് ടോപ്പിക്സൊക്കെ ആദ്യമേ എടുക്കും, പിന്നീട് നമുക്ക് പതുക്കെ കുറേ സ്റ്റഡി മെറ്റീരിയൽസ് തരും. സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ തരും. അപ്പം അതൊക്കെ നമ്മൾ അവിടെ വെച്ച് തന്നെ ചെയ്ത് തീർക്കാതെ ആ ക്വസ്റ്റ്യൻ്റെയൊക്കെ കോപ്പീസ് എടുത്ത് വയ്ക്കുക. ഞങ്ങളൊക്കെ ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് സമയമുള്ള സമയത്തൊക്കെ ഇത് വീണ്ടും ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം പറ്റുന്ന അത്രയും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതായത് കുറേ തിയറി മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്ത് പഠിച്ചാലേ നമുക്ക് ആ എക്സാം ടൈമിൽ ആ ഒരു അതൊരു ടെൻഷൻ ആവാണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. പിന്നെ എപ്പോഴും എല്ലാവരും നമ്മൾ കുഞ്ഞിലായിട്ട് നമ്മുടെ പേരൻസും ടീച്ചേഴ്സും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഒരു ക്രിയേറ്റ് ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈം പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മളോട് കുഞ്ഞിലേക്ക് പറയല്ലേ, അതായത് നമുക്ക് എപ്പോഴും ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. നമ്മൾ പഠിക്കുന്നതിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒട്ടിച്ച് വയ്ക്കണം. ഇന്ന സമയത്ത് ഇന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട്, കളിക്കാനായിട്ട്, TV കാണാനായിട്ട് അങ്ങനെയൊക്കെ ഓരോ ടൈം ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത്തിരി കൂടി മെച്യൂറായി, നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയർ ആക്കി വെക്കുക. കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവാം. അപ്പം ഇതൊക്കെ നമുക്കൊരു സൊല്യൂഷനല്ല, അല്ലെങ്കിൽ ഓക്കെ ആ കാരണം കൊണ്ടാണ് ഞാൻ പഠിക്കാഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എന്താണെങ്കിലും ഇതിനകത്ത് ഇറങ്ങി തിരിച്ചു എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്കാണെങ്കിലും ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ആണെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് ടൈം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ളപ്പം അറ്റ്ലീസ്റ്റ് പെർ ഡേ, ഫസ്റ്റ് ഡേ 1 to ലാസ്റ്റ് ഡേ എന്ന് ഞാൻ പറയുന്നില്ല, അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്ത് എങ്കിലും പെർ ഡേ ഇത്ര സമയം ഞാൻ പഠിക്കും എന്നുള്ളൊരു മസ്റ്റായിട്ടും ആ ഒരു ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ആ ടൈമിൽ പഠിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് എല്ലാ ദിവസവും പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കുറേയൊക്കെ നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മളിതൊന്നും പഠിച്ച് തീരാൻ പോകുന്നില്ല, പക്ഷേ എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ടച്ച് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു പരിചയം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തോട് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്കതിനെ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളൊരു കാര്യമാണ് അറ്റൻഡ് ദ DHA മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാംസ്. അതായത് നമുക്ക് കുറേ യൂട്യൂബിലാണെങ്കിലും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനകത്തൊക്കെ ആണെങ്കിലും കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് DHA ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മാക്സിമം ചെയ്ത് നോക്കുക. അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നമുക്കറിയാം DHA എക്സാം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ്.
നമ്മൾ പേപ്പറിൽ എഴുതുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ടാകും ഒരു ക്വസ്റ്റ്യന്. അതിനകത്ത് ഏത് ഓപ്ഷനാണോ നമ്മൾ എടുക്കേണ്ടത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെ, എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് വേറെ മെറ്റീരിയൽസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട് അല്ലേ, ആ ഫോണിൽ പ്ലേ സ്റ്റോറിൽ DHA എക്സാം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് എത്ര മാത്രം ആപ്ലിക്കേഷൻസാണ് വരുന്നതെന്നറിയോ. അതായത് പ്രോമെട്രിക് എക്സാം പ്രിപ്പറേഷൻ, DHA എക്സാം പ്രിപ്പറേഷൻ, മെഡ് സർജിക്കൽ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണും. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹെൽപ്ഫുള്ളായൊരു ആപ്ലിക്കേഷനാണ് മെഡിക്കൽ സർജിക്കൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തോ സംഭവം. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫ്രീ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് അല്ല അതിനകത്തുള്ളത്. നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തത്രയും കുറേ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10-15 ടോപ്പിക്സ് അവരിടുന്നെന്ന് വയ്ക്കുക. നമ്മൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നു. ആ ഒരു ടോപ്പിക്കിനകത്ത് തന്നെ ഒരു 10-30 എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 10-30 ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, 10-30 ക്വിസ് ഉണ്ടാവും. അതായത് ഒരു ക്വിസിനകത്ത് തന്നെ 100 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 60 ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിൽ ഓരോ ടെസ്റ്റായിട്ട് അവർ ഇങ്ങനെ ഇട്ടേക്കുവാണ്. 10-30 എണ്ണം ഇട്ടേക്കും. അപ്പോൾ ഒരു ടെസ്റ്റിനകത്ത് തന്നെ ഉണ്ടാവും അതായത് ഒരു DHA എക്സാം അപ്പിയർ ചെയ്യുന്ന പോലെ ആയിരിക്കും ഒരെണ്ണം ഉള്ളത്. അങ്ങനെ ഓരോ ടോപ്പിക്കിനും അങ്ങനെയാണ്. ഞാനൊന്നും എൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒന്നാമത്തെ കാര്യം നമ്മൾ ഫോണിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം നമുക്ക് മെറ്റീരിയൽസ് കിട്ടി നമ്മൾ അതെടുത്തു നമ്മൾ എഴുതി വെക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ടൈം ഇങ്ങനെ കാണിക്കുകയാണ്. നമുക്ക് ആ പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ സ്റ്റോപ്പ് ആകും. സെയിം ലൈക്ക് നമ്മുടെ എക്സാം പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് അവിടെ പോയി ഇരിക്കുമ്പോൾ അത്രയും ടെൻഷൻ, അതായത് ഫസ്റ്റായിട്ട് ഞാൻ അപ്പിയർ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ഓൾറെഡി വെൽ പ്രാക്ടീസ്ഡ് ആണ്. നമുക്ക് ആ ഒരു മോഡ് ഓഫ് എക്സാം നന്നായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെൻഷൻ്റെ ആവശ്യമില്ല. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ റിവ്യൂ ആൻഡ് റിവൈസ് ആണ്. അതായത് റിവ്യൂ ആൻഡ് റിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടി. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തു. ഇപ്പോൾ ഞാൻ ഒരു 60 ക്വസ്റ്റ്യനാണ് ചെയ്തത്. 45 എനിക്ക് മാർക്ക് കിട്ടി. 45 മാർക്ക് കിട്ടുമ്പോൾ അവിടെ 15 മാർക്ക് എനിക്ക് പോയി. അപ്പം ഓക്കെ ഫൈൻ, അടുത്ത ക്വസ്റ്റ്യൻ എടുത്ത് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിലേക്ക് പോവാതെ നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുക. അതായത് എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, എന്ത് കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് ആ തെറ്റ് പറ്റിയത്, ഞാൻ ആ ക്വസ്റ്റ്യനെ എങ്ങനെയായിരുന്നു കാണേണ്ടത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മളെ എക്സാമിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കറിയാം DHA എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനാരിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സിനാരിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കുമ്പോൾ ഓക്കെ വളരെ ഈസി ആണല്ലോ എന്ന് തോന്നും. അതുപോലെ തന്നെ ആൻസേഴ്സും. കാരണം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 4 ആൻസർ ഉണ്ടാവും. ആ 4 ആൻസറും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ 4 ആൻസർ തന്നെയാണല്ലോ, കറക്റ്റ് ആൻസർ ആണല്ലോ എന്ന്. ഒരിക്കലും അവർ തെറ്റായിട്ടുള്ള ആൻസർ കൊടുക്കില്ല. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മൈൻഡിനെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസേഴ്സ് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിവൈസ് ചെയ്യാൻ പറയുന്നത്. കാരണം നമ്മൾ കുറേ ടെസ്റ്റുകൾ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എനിക്ക് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ എനിക്ക് എവിടേക്കാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് എന്ന് മനസ്സിലാക്കുകയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമുക്ക് ആ എക്സാം ടൈമിൽ അത് പ്രാക്ടിക്കലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം എല്ലാം പ്രിപ്പയർ ചെയ്തു, നമ്മുടെ എക്സാം ഡേറ്റ് ആവാറായി. അങ്ങനെയുള്ളപ്പോൾ എല്ലാ എക്സാമിനും നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു തെറ്റാണ്. തലേദിവസം നമ്മളിരുന്ന് അത്രയും ദിവസം നമ്മൾ ഉഴപ്പിയാലും തലേദിവസം ഇരുന്ന് ഒരുപാട് പഠിക്കും അല്ലേ. പക്ഷേ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്യരുത് എന്നാണ്. കാരണം തലേദിവസം നമ്മൾ ആക്ച്വലി ഏറ്റവും മൈൻഡ് റിലാക്സ് ആക്കി വെക്കേണ്ട ഒരു സമയമാണെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട് അല്ലേ. അപ്പോൾ ആ ഒരു തലേദിവസത്തിൻ്റെ തലേന്ന് പറയുന്നത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. തലേദിവസം ഒന്നും നോക്കണ്ടെന്നല്ല, ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് എന്താ പറയുക ടോപ്പിക്സ് അല്ലെങ്കിൽ
പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് റിവൈസ് അല്ലെങ്കിൽ നോക്കുക. പക്ഷേ ഇതിനു വേണ്ടി ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാതെ നാളെ എക്സാം ആണല്ലോ, അത് എങ്ങനെ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെ നോക്കും, അത് നോക്കി ഇത് നോക്കും എന്നുള്ള ടെൻഷൻ അടിക്കാണ്ട് കൂളായിട്ടിരിക്കുക. അന്നേ തലേ ദിവസം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നോക്കാതിരിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുക. അതുപോലെ തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങുക. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്, നമ്മൾക്ക് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഒരു ഫയലിനകത്തേക്ക് വെക്കുക. അതായത് ഇപ്പം ജസ്റ്റ് ഒരു പെൻ കയ്യിലെടുത്ത് വയ്ക്കുക, പിന്നെ നമ്മുടെ പാസ്പോർട്ട് വേണ്ടി വരും, പിന്നെ നമ്മുടെ ഹാൾ ടിക്കറ്റ് വേണ്ടി വരും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എക്സാമിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ഫയലിലാക്കി കൃത്യമായിട്ട് എടുത്ത് വെക്കുക. അല്ലാതെ പിറ്റേ ദിവസം രാവിലെ പോകുന്നതിന് മുമ്പായിട്ട് കിടന്ന് തപ്പുന്നു, പാസ്പോർട്ട് എവിടെ, അതെവിടെ, ഇതെവിടെ എന്നുള്ള ടെൻഷനുമായിട്ട് അങ്ങനെ നമ്മൾ ചെയ്യാതെ തലേദിവസം തന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെക്കുക. പിന്നെ എക്സാമിന് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടൈം പ്ലാൻ എന്നുള്ളത്. അതായത് നമുക്ക് 2 hours ടൈമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമുക്ക് 150 ക്വസ്റ്റ്യനോളം നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് DHAയുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തു, ആൻസർ ഇട്ടു, തെറ്റാണെങ്കിലും എനിക്ക് മൈനസ് മാർക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം മൈനസാക്കണം എന്നല്ല. പക്ഷേ അതുകൊണ്ട് അപ്പോൾ എന്താണ് നമുക്കൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ചിലപ്പോൾ നമ്മൾ അറിയത്തില്ലാണ്ട് കറക്കി കുത്തി ഇടുന്നത് ചിലപ്പോൾ ശരിയായെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും അപ്പിയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ഈ 2 hours നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം എക്സാം അപ്പിയർ ചെയ്യുക, അല്ലെങ്കിൽ ആൻസറിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുക. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ DHAയിൽ നമുക്കൊരു സിനാരിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സിനാരിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകുമ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു ഫസ്റ്റ് കുറച്ചുകൂടി വായിച്ച് കഴിയുമ്പോൾ ഓക്കെ ഞാനിത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് നോക്കുമ്പം ആൻസറിൻ്റെ അകത്തും നമ്മൾ ആ ചെയ്തിട്ടുള്ള സെയിം ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മളൊന്നും നോക്കില്ല, പെട്ടെന്ന് ഓപ്ഷനിലേക്ക് കയറിപ്പോവും. പക്ഷേ അവിടെയും ചിലപ്പോൾ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാവും. കാരണം നമ്മൾ ആ വായിച്ചതിനകത്തെ ഒരു വാക്ക് മാറിയിട്ടുണ്ടായാൽ മതി. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചതിനകത്ത് ഓക്കെ സെക്കൻഡറി ആയിട്ട് ആസ് എ നേഴ്സ് നിങ്ങൾ എന്തായാലും ചെയ്യുന്നത് എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ പ്രൈമറിലി ദ നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്, ഡോക്ടറിനോട് എന്താണ് പറയേണ്ടത് എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, വലിയ ക്വസ്റ്റ്യനൊന്നും അല്ല, എല്ലാവർക്കും നമ്മളുടെ മെഡിക്കൽ രീതിയിൽ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നൊരു ക്വസ്റ്റ്യൻ ലൈക്ക്, അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, പേഷ്യൻറ്റ് പെട്ടെന്ന് ഷിവറിങ്ങും ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആസ് എ നേഴ്സ് വാട്ട് വിൽ ബി യുവർ ഫസ്റ്റ് ആക്ഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ചപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് പെട്ടെന്ന് വായിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഓക്കെ പേഷ്യൻറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, പേഷ്യൻറ്റ് പെട്ടെന്ന് അലർജി റിയാക്ഷൻ ഉണ്ടായി, നൈസായിട്ടുള്ള നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അപ്പോൾ പേഷ്യൻ്റ് ഷിവറിങ്ങും കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഉണ്ട്, ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ദ കൺസേൺഡ് ഫിസിഷ്യൻ, ഫസ്റ്റ് ഓപ്ഷൻ അതാണ്. സെക്കൻഡ് ഓപ്ഷൻ, പേഷ്യൻ്റ് ഈസ് ഷിവറിങ് ലൈക്ക് എനിത്തിങ്, സോ പ്ലീസ് ഗീവ്, അല്ലെങ്കിൽ അത്രയും പറയുന്നില്ലെങ്കിലും give a blanket to the patient, stop the transfusion, give antihistamine, check the vital signs എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളപ്പോൾ അവിടെ കൺഫ്യൂസ്ഡ് ആയി, വൈറ്റൽ സൈൻസ് നോക്കണം, കാരണം പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഇതുപോലെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് തന്നെ കൊണ്ട് ഈ ബ്ലാങ്കറ്റ് കൊടുക്കുക, പേഷ്യൻറ്റ് ആ കൂൾ മാറിക്കഴിയുമ്പോൾ തന്നെ പേഷ്യൻറ്റ് ഓക്കെ ആകും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡോക്ടറിനോട് ഇൻഫോം ചെയ്യണം. ചെയ്ത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് സ്റ്റെപ്പാണെങ്കിലും ആസ് എ നേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. അക്കോർഡിംഗ് ടു ഡോക്ടേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ച് മാത്രമേ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ കൺസേൺ ഡോക്ടറിനെ ഫസ്റ്റ് ഇൻഫോം ചെയ്യണം എന്നൊക്കെ. എന്നിട്ട് ഡോക്ടർ പറയുകയാണ് ഓക്കെ സിസ്റ്റർ പ്ലീസ് സ്റ്റോപ്പ് ദ ഇൻഫ്യൂഷൻ ഫാസ്റ്റ് എന്ന് പറയുന്നു. നമ്മൾ ഓടിപ്പോയി ഇൻഫ്യൂഷൻ ഫാസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് പോകാൻ പാടില്ല. അതായത് ഇവിടുത്തെ മെയിൻ കാര്യം വാട്ട് ഈസ് യുവർ പ്രൈമറി ആക്ഷൻ, നിങ്ങളുടെ പ്രൈമറി ആക്ഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കിത് കേട്ടുമ്പോൾ ഇതൊക്കെ ആർക്കും അറിയാവുന്നല്ലേ എന്നായിരിക്കും, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ കേസിൽ തന്നെയാണെങ്കിലും വി ഹാവ് ടു സ്റ്റോപ്പ് ദ ഇൻഫ്യൂഷൻ ഫസ്റ്റ്. അപ്പം ഇൻഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം മറ്റെന്ത് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ വരേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മളത് ആസ് എ നേഴ്സ് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ആക്ഷൻ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് സിവിയർ ചെസ്റ്റ് പെയിനുമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു, ഡോക്ടർ ഒരു പേഷ്യൻ്റെ അടുത്ത്
വേറൊരു പേഷ്യൻ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ ആണെന്ന് പറയുന്നു, വാട്ട് വിൽ ബി യുവർ ആക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ check the vital signs of the patient, give comfortable position to the patient, inform the doctor fast, take an ECG എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. എന്താ ചെയ്യുക, ഡോക്ടർ പറയാതെ നമുക്ക് ECG എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാലല്ലേ ഡോക്ടർ ചെയ്യാൻ. പക്ഷേ ഇവിടെയൊക്കെ അവർ മെയിൻലി നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവേണ്ടത് ആസ് എ നേഴ്സ് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എത്രമാത്രം ക്ലാരിറ്റി ഉള്ളതാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രൈമറി സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECG എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ECG എടുത്ത് നോക്കിയിട്ട് ഇപ്പം അത് നമ്മുടെ പ്രാക്ടിക്കൽ വൈസിലാണെങ്കിലും, ഇപ്പം ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ ഡോക്ടർ ഓൾറെഡി പേഷ്യൻ്റ് അറ്റൻഡ് ചെയ്യുകയാണ്, അടുത്തൊരു പേഷ്യൻ്റ് വന്ന് പേഷ്യൻ്റ് വേണ്ടി പറയുകയാണ്, സിസ്റ്റർ എനിക്ക് സഫർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നല്ല ചെസ്റ്റ് പെയിൻ ഉണ്ട്, രാവിലെ തൊട്ട് ഭയങ്കര ചെസ്റ്റ് പെയിൻ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ സാർ, അവിടെ വെയിറ്റ് ചെയ്യൂ, ഡോക്ടർ ഇപ്പോൾ തന്നെ നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ കൊണ്ടുപോവുക, ECG എടുക്കുക, എടുത്തുകൊണ്ട് വന്നിട്ട് പേഷ്യൻറ്റിന്, അപ്പം ഡോക്ടർ ഓൾറെഡി മറ്റൊരു പേഷ്യൻറ്റിനെ കഴിഞ്ഞിട്ടുണ്ടാവും, ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറയുക, ഡോക്ടർ പേഷ്യൻറ്റ് കെയിം വിത്ത് കംപ്ലയിൻസ് ഓഫ് ചെസ്റ്റ് പെയിൻ, പേഷ്യൻറ്റ് ഇന്നലെ തൊട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, ആൾ ഇന്ന മെഡിസിൻസിലൊക്കെയാണ്, വൈറ്റൽസ് നോക്കി ഇതെങ്ങനെയാണ്, ECG എടുത്തിട്ടുണ്ട്, ഇതാണ്. അപ്പം അവിടെയുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ടൈം മാനേജ് ചെയ്യുകയാണ്. ഒരു പേഷ്യൻറ്റിൻ്റെ ലൈഫാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നമ്മൾ പല സമയങ്ങളിലും റോബോട്ടിക്കലായിട്ട് മാത്രം ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനിരിക്കാതെ ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ഉണ്ടാവണം. അപ്പം അതുകൂടിയാണ് നമ്മുടെ ഈ എക്സാമിൽ നമ്മൾ പ്രാക്ടിക്കലാക്കേണ്ടത്. അതായത് ഞാൻ ആസ് എ നേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴും ക്ലിയറായിട്ട് വായിക്കുക, ക്ലിയറായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, നമുക്കത് അത്ര ക്ലിയർ ആവുന്നില്ല, 2, 3, 4 വട്ടം വായിച്ചിട്ടും പിന്നെയും നമ്മൾ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. പ്ലീസ് ഡോണ്ട് സ്റ്റക്ക് ഇൻ ദാറ്റ്. അവിടെ നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാനുള്ള ടൈമാണ് നമുക്ക് മിസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നായിരിക്കാം, പക്ഷെ നമുക്ക് സമയം കിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ടൈം കഴിയുമ്പോൾ നമ്മുടെ വിൻഡോ ക്ലോസ് ആവും. അപ്പം നമ്മൾ പിന്നീട് നമുക്കിപ്പം ക്ലാസ്സിലൊക്കെ പോയി ടീച്ചർ പ്ലീസ് ഒരു 5 മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ആ വിൻഡോ ക്ലോസ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ടൈം ഇങ്ങനെ മണിക്കുട്ടി ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്കത്ര ക്ലിയർ ആയില്ല, ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ വെച്ചിട്ട് നമ്മൾ അടുത്തിലേക്ക് പോവുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അന്നേരപ്പം വന്നിട്ട് ഇത് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നി ഏതെങ്കിലും ഒരെണ്ണം കറക്കി കുത്തി ഇടുക, അടുത്തതിലേക്ക് പോവുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് നമുക്ക് ഓക്കെ ഇതൊന്നും കൂടെ നോക്കാൻ നോക്കിയിട്ട് പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് കുറച്ച് ടിപ്സ് ടു പാസ് DHA എക്സാം. ഉറപ്പായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ DHA എക്സാം നിങ്ങൾ എലിജിബിൾ ആണോ എന്നും DHA എക്സാം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചോളൂ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സെയിം ടൈം എപ്പോഴും പറഞ്ഞതുപോലെ സെയിം ടൈമിൽ ചിലപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല, ബട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സെയിം ഡേ തന്നെ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും ഉപകാരപ്രദമായി എന്നും വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഈ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിട്ട് അവർക്കിതൊരു ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ടു ദം ഓൾസോ. അവർക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ പറയുന്നത് പോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.